അബ്ബാസ് ബിൻ ഫിർനാസ് 6ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ 68ാമത്തെ പേജിലുള്ള അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന പാഠഭാഗം പഠിക്കാം. ആരാണ് അബ്ബാസ് ബിൻ ഫിർനാസ്? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. അന്തുലസിലുള്ള ഒരു വ്യക്തി, ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം തനിക്കൊരു ചിറക് നിർമ്മിച്ച് പറക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അല്ലേ? അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ പാഠം. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ബാസ് ബിൻ ഫിർനാസ്. ഇവിടെ കൊടുത്തിരിക്കുന്നു. അസ്ദിഖായി, കൂട്ടുകാരെ, ഹൽ തഅരിഫൂന, നിങ്ങൾക്കറിയാമോ, മൻ ഹാദർ റജുലു, ആരാണ് ഇദ്ദേഹമെന്ന്, അല്ലദീ ത്വാറ അവ്വല മറത്തിൻ ഫി താരിഖ്, ചരിത്രത്തിൽ ആദ്യമായി പറന്ന ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ അദ്ദേഹമാണ് അബ്ബാസ് ബിൻ ഫിർനാസ്. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാം. ഹുവ അബ്ബാസ് ബിൻ ഫിർനാസ് താക്കിർനി, അദ്ദേഹം അബ്ബാസ് ബിൻ ഫിർനാസ് താക്കിർനിയാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണത്. വുലിദ ഫി ഖറിയത്തി സുന്ദ ബിൽ അന്തുലുസ്, അന്തുലുസിലെ സുന്ദയിലാണ് അദ്ദേഹം ജനിച്ചത്. ആമ സമാനിമയത്തിൻ വ അഷറ മിലാദിയ, 810 ക്രിസ്താബ്ദം 810 അദ്ദേഹം ജനിച്ചത്. ഇവിടെ അന്തുലുസിലെ, ഇന്നത്തെ സ്പെയിനിലെ സുന്ദ എന്ന സ്ഥലത്ത്. വാലിദുഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് അൽ വർദാസു താക്കിർനി, പിതാവ് അൽ വർദാസു താക്കിർനിയാണ്. ലുഖിബ ബി ഹക്കീമുൽ അന്തുലുസ്, ഹക്കീമുൽ അന്തുലുസ് എന്ന് അദ്ദേഹത്തിന് പേര് നൽകപ്പെട്ടു, അന്തുലുസിലെ തത്വജ്ഞാനി എന്ന്. കാന ഷാഇറൻ, അദ്ദേഹം ഒരു കവിയായിരുന്നു. വ ആലിമൻ, ഒരു സയൻറ്റിസ്റ്റായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. ഏതൊക്കെ വിഷയങ്ങളിൽ? ഫിർ റിയാലിയാത്തി, ഗണിതശാസ്ത്രത്തിലും, വൽ ഫലക്കി, ജ്യോതിശാസ്ത്രത്തിലും, അതായത് ആസ്ട്രോണമി, ഭൂമിക്ക് പുറത്തുള്ള ആകാശഗോളങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്കാണ് ആസ്ട്രോണമി എന്ന് പറയുക. അതിനാണ് അറബിയിൽ അൽ ഫലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫലക്കിൽ സയൻറ്റിസ്റ്റാണ് ഇദ്ദേഹം. പിന്നെ മാത്തമെറ്റിക്സിൽ സയൻറ്റിസ്റ്റാണ്, മാത്തമെറ്റീഷ്യനാണ്. പിന്നെ വൽ കീമിയ, കെമിസ്ട്രിയിലും അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. വൽ ഹന്തസ, എൻജിനീയറിങ്ങിലും, വ തിബ്, മെഡിസിനിലും. അപ്പോൾ ആൾ ചില്ലറക്കാരനല്ല, ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിൽ പഠനം നടത്തുകയും ഗവേഷണം നടത്തുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. തുവഫിയ, അദ്ദേഹം മരണപ്പെട്ടു. ഫി സനത്തി സമാനിമയത്തിൻ വ സബയത്തിൻ വ സമാനീന മീലാദിയ, 887 മരണപ്പെട്ടു. ഹുവ അവ്വൽ മൻ ഇഖ്തറ അൽ ഖുബ്ബത്തൽ ഫലക്കിയ, അദ്ദേഹമാണ് ആദ്യമായി പ്ലാനിറ്റേറിയം കണ്ടുപിടിച്ചത്. പ്ലാനിറ്റേറിയം അറിയാമല്ലോ, ഒരു ആകാശത്തിലെ ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും മറ്റും നക്ഷത്രങ്ങളെയും ഒക്കെ ഒരു മേൽക്കൂരയിൽ ലൈറ്റ് കൊണ്ട് കാണിക്കുന്ന ഒരു രീതിയാണ് പ്ലാനറ്റേറിയം അല്ലേ? അതാദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. അൽ ഖുബ്ബത്തുൽ ഫലക്കി എന്നാണ് അതിന് പറയുക. വ തമസല ഫിഹ അൻ നുജൂമ വൽ ഗുയൂമ, അദ്ദേഹം അതിൽ നക്ഷത്രങ്ങളെയും മേഘങ്ങളെയും ചിത്രീകരിച്ചു. നുജൂമ് നക്ഷത്രങ്ങൾ, ഗുയൂമ് മേഘങ്ങൾ. വൽ ബർക്ക വ റഅദ, ഇടിയെയും മിന്നലിനെയും ചിത്രീകരിച്ചു. ബർക്ക്, മിന്നൽ, റഅദ്, ഇടി ഒക്കെ അതിൽ അദ്ദേഹം കാണിച്ചു. ഇഖ്തറ ആലത്തൻ ഫലക്കിയത്തൻ, അദ്ദേഹം ഒരു ജ്യോതിശാസ്ത്ര ഉപകരണമുണ്ടാക്കി, കണ്ടുപിടിച്ചു. ലി മഅരിഫത്തിൽ ഔക്കാത്തി, സമയം മനസ്സിലാക്കാൻ വേണ്ടി. ഇഖ്തറ, അദ്ദേഹം കണ്ടുപിടിച്ചു. ആലത്തൻ ഫലക്കിയ, ഒരു ജ്യോതിശാസ്ത്ര ഉപകരണം. എന്തിനു വേണ്ടി? ലി മഅരിഫത്തിൽ ഔക്കാത്തി, സമയം മനസ്സിലാക്കാൻ വേണ്ടി. ബിൽ ലൈലി വൻ നഹാരി, രാത്രിയിലും പകലിലും സമയം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ജ്യോതിശാസ്ത്ര ഉപകരണം നിർമ്മിച്ചു. ഇസ്മുഹ അൽ മീഖാത്ത, അതിൻ്റെ പേര് അൽ മീഖാത്ത എന്നാണ്. ആ കാലഘട്ടത്തിൽ ക്ലോക്ക് കണ്ടുപിടിക്കപ്പെട്ടില്ല അല്ലേ? 800കളിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിക്കപ്പെട്ടത് 1600കൾക്ക് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ഒരു ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. തശ്രീഫൻ ലി ജുഹൂദിഹി, അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ മാനിച്ചുകൊണ്ട്. വഖദ് സുമ്മിയത്ത് ഫൂഹത്തുൻ ഖമരിയത്തുൻ, ചന്ദ്രനിലെ ഒരു ഗർത്തം പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ബിസ്മിഹി, അദ്ദേഹത്തിൻ്റെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. മിൻ വക്കാലത്തിൽ ഇത്തിഹാദിൽ ഫലക്കി അദ്വലി, ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഭാഗത്തു നിന്നും. അവരാണ് ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് ഇദ്ദേഹത്തിൻ്റെ പേര് നൽകിയത്. ചന്ദ്രനിൽ ഒരുപാട് ഗർത്തങ്ങളുണ്ടല്ലേ, അതിലൊരു ഗർത്തത്തിന് ഇദ്ദേഹത്തിൻ്റെ പേരാണ് അവർ നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം നടത്തിയ കണ്ടുപിടുത്തങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട്. ഓക്കെ,
ഇനി നഖറ ഉന്നസ് പാഠഭാഗം വായിച്ചുകൊണ്ട് നുഅദ്ദുൽ ബയാനത്ത് ഷഖ്സിയത്ത് അദ്ദേഹത്തിൻ്റെ അൽ ബയാനത്ത് ഷഖ്സിയ ബയോഡാറ്റ തയ്യാറാക്കാം. ഓക്കെ, അൽ ബയാനാത്ത് ഷഖ്സിയ. ഒന്നാമത് അൽ ഇസ്മുൽ കാമിൽ. എന്താണ് മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ? അബ്ബാസ് ബിൻ ഫിർനാസ് അൽ അത്താക്കിർണി അല്ലേ, അബ്ബാസ് ബിൻ ഫിർനാസ് അത്താക്കിർണി എന്ന് എഴുതുക. ഇസ്മുൽ വാലിദ് അൽ വർദാസ് അത്താക്കിർണി. ആമുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഇയർ ഓഫ് ബർത്ത് അല്ലെ, ആമ മീൻസ് ഇയർ, വർഷം, ജനിച്ച വർഷം എപ്പോഴാണ്? 810 മീലദിയ. മക്കാനുൽ മീലാദ് എവിടെയാണ് ജനിച്ചത്? പ്ലേസ് ഓഫ് ബർത്ത് സുന്ദ അന്തുലുസിലെ സുന്ദയിലാണ്. അൽ ലഖബ് അദ്ദേഹത്തിന് നൽകപ്പെട്ട ലഖബ് എന്താണ്? ഹക്കീമുൽ അന്തുലുസ് എന്നാണ്. ആമുൽ വഫാത്ത് മരണപ്പെട്ട വർഷം 887 മീലാദിയ. അൽ ഇഖ്തിറാഅത്ത് കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്? ഒന്ന് അൽ ഖുബ്ബത്തുൽ ഫലക്കിയ, പിന്നെയോ ആലത്തുൻ ഫലക്കിയത്തുൻ ലി മാരിഫത്തിൽ ഔഖാത്ത് സമയം കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണം. ഓക്കെ, ഇത്രയും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പാഠം അവസാനിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ പാഠം പറയാം.